Good morning. Good morning. Okay, ayo, ma'am. Good morning. Good morning. Good morning. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു മാം. Okay, Good morning, ma'am. Good morning. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം, ആചാര്യന്മാർക്കും സൂര്യപ്രണാമം, ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം, സർവശ്രേഷ്ഠാവാം ജഗദീശ പ്രണാമം. മാനവ ജന്മപ്പിറവിക്കു നന്ദി, നന്മൂലപ്പാലിൻ കരുണയ്ക്കു നന്ദി, ആലോലമാട്ടിയ കൈകൾക്കു നന്ദി, താരാട്ടുപാട്ടിനും കൂട്ടിനും നന്ദി, അക്ഷരപ്പൂവിലെ തേനിനു നന്ദി, അറ്റമില്ലാത്തോരറിവിനു നന്ദി, മോഹങ്ങൾ തിരിനീട്ടും പുലരിക്കു നന്ദി, സ്നേഹാലയമാമീ പാരിനും നന്ദി. താങ്ക് യു മിസ്. Okay. Then signing. Good morning, ma'am. Good morning, dear friends. I am Nivya. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന അശ്വതി മാമിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. Then thought of the day. തോട്ട് ഷെയർ ചെയ്യുന്നില്ലേ? Thought of the day ഒരു മിനിറ്റ്. Stay optimistic. Every new day offers an opportunity to improve. Thank you. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? സോങ്ങോ ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സ്റ്റോറിയോ? എടാ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യടാ. അബ്ദുൽ ഖാദർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോ വേറെ സ്റ്റോറി ഒന്നും പറയാനില്ല ആർക്കും? ആക്ഷൻ സോങ് എന്നാ ഞാൻ ആക്ഷൻ സോങ് പാടാം. ചെയ്തോളൂ. Bits of paper, lying on the floor, lying on the floor. Make the place untidy, make the place untidy. Pick them up, pick them up. Bits of paper, lying on the floor, lying on the floor. Make the place untidy, make the place untidy. Pick them up, pick them up. Thank you. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തല്ലേ? ഓർമ്മയുണ്ടോ? ഹെൽത്ത് കെയർ സ്റ്റാർട്ട് ചെയ്തല്ലേ? എന്നിട്ട് യെസ് മാം. ഹെൽത്ത് കെയർ ഇങ്ങനെ വിടം വരെ പറഞ്ഞായിരുന്നു. ഏത് പോലീസാ പറഞ്ഞേ?
ലാസ്റ്റ് നിങ്ങൾ നോട്ടിൽ കുറിച്ചതൊന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? ആർക്കും ഓർമ്മയില്ലേ? ലാസ്റ്റ് എൻഡമിക് WHO ഡെഫിനിഷൻ, പിന്നെ എപ്പിഡമിക്, എൻഡമിക്. എപ്പിഡമിക്, എൻഡമിക് അല്ലേ? എൻഡമിക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെയാണ് എൻഡമിക് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്തൊരു കാറ്റഗറി പറയാനായിട്ട് പോകുന്നത് ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്. അതായത് കാരണം അറിയാത്ത രോഗങ്ങളെ നമ്മൾ ഒരു പേരിലാണ് അതിനെ വിളിക്കുന്നത്. കാരണം അറിയാത്ത രോഗങ്ങൾ. ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്. എന്തായിരിക്കും കാരണം അറിയാത്ത രോഗങ്ങള്? കേട്ടിട്ടുണ്ടോ കാറ്റഗറി ആരെങ്കിലും? കാരണം അറിയാത്ത രോഗങ്ങളെ നമ്മൾ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ പേരാണ് ക്രിപ്റ്റോജെനിക് ഡിസീസസ്. കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോജെനിക് ഡിസീസസ് കേട്ടിട്ടില്ല? ക്രിപ്റ്റോജെനിക് ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് കാരണം കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, എന്തുകൊണ്ടാണ് ആ രോഗം വന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ ക്രിപ്റ്റോജെനിക് ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിസീസസ് ദാറ്റ് ഇസ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. ഡിസീസസ് ദാറ്റ് ഇസ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഏതായിരിക്കും? കൊറോണ. പാൻഡമിക്. യെസ്, ഗ്ലാഡിസ് പറഞ്ഞത് ശരിയാണ്. പാൻഡമിക് ആണ് ആ കാറ്റഗറി കേട്ടോ. പാൻഡമിക് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഡിസീസസ് ദാറ്റ് ഇസ് സ്പ്രെഡ്, ഡിസീസസ് ദാറ്റ് ഇസ് സ്പ്രെഡ് rapidly from one country to another. One country to another. Pandemic. ടീച്ചർ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ പറയുമോ ഡിസീസ് ഓഫ് അൺനോൺ കോസ് എന്തായിരുന്നല്ലേ? Unknown cause are known as cryptogenic diseases. Cryptogenic diseases. ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാമോ മിസ്സേ? ഫസ്റ്റ് വണ്ണോ? ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണോ? യെസ്. Disease of unknown cause are known as cryptogenic diseases. Disease of unknown cause are known as cryptogenic diseases. Okay. ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരിക ആ കാറ്റഗറി ഏതാണെന്ന് കേട്ടോ. പറഞ്ഞു തരാം, സെന്റൻസ് പറഞ്ഞു തരാം. അതിന്റെ ആൻസർ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടെത്തിക്കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത്
diseases that are transmitted from hospital is known as dash. Diseases that are transmitted from hospital is also known as dash. Is also known as dash. Okay. Then അടുത്ത കാറ്റഗറി ആണ് പറയാൻ പോകുന്നത്. Diseases that are transmitted from animals to humans. Diseases that are transmitted from animals to humans. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് വരിക. ഇനി അടുത്തൊരു കാറ്റഗറി ഏവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാറ്റഗറിയാണ് ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. എന്താ? ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. എന്ത് രോഗങ്ങളാ? ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെയാണോ? അതിനെ ഒരു കാറ്റഗറി പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക അല്ലെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയില്ലേ? യെസ്. ഏതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? കുറേ അധികം അസുഖങ്ങൾ ഉണ്ട് അല്ലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാല്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഹൈപ്പർടെൻഷൻ, ക്യാൻസർ, ഫാറ്റി ലിവർ. ഓക്കെ. അതായത് നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര അസുഖങ്ങളാണ് എന്ത് നമ്മുടെ ചുറ്റിനും ഉള്ളത് അല്ലെ. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇല്ലേ? ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പനിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചുമയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം വരുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ മുമ്പ് കണ്ട അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ നമ്മള് ചെറുപ്പത്തില് ഇപ്പൊ കണ്ണില് നമ്മുടെ കണ്ണീക്കെട്ട് എന്ന് പറയും, ആ ഒരു അസുഖം കാണാറുണ്ട്, മുണ്ടുനീര് വരാറുണ്ട് ഇല്ലേ. ഇതൊക്കെയാണ് നമ്മള് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട് വന്നിരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അന്നത്തെ ഹോസ്പിറ്റലിന്റെ എണ്ണത്തെക്കാളും 10 മടങ്ങ് വർധനവാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത് അല്ലെ. അന്ന് ഇത്രയും വലിയ ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഒന്നും നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത് ഒന്ന് ഹോസ്പിറ്റൽസും മറ്റൊന്ന് ഹോട്ടലുകളുമാണ് അല്ലെ. ഈ രണ്ട് കാര്യങ്ങള് വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളില് നമ്മുടെ നാട്ടില് സുലഭമായിട്ട് ഉണ്ട്. ഹോട്ടലുകളുടെ എണ്ണം കൂടുന്തോറും ഹോസ്പിറ്റലുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ്. അതായത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതും, അത് നമ്മളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ എൻവയൺമെന്റ്, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ, അതിനകത്ത് നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാല് നമ്മള് ധാരാളം കറി പൗഡേഴ്സും മറ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാലും ചേർക്കേണ്ട സാധനം ചേർത്ത് കഴിഞ്ഞാല് അതുള്ളിലേക്ക് തന്നെ പിന്നെ രോഗമായിട്ട് മാറും അല്ലെ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊല്യൂഷൻ, അത് എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, ലാൻഡ് പൊല്യൂഷൻ, അങ്ങനെ കുറെ അധികം പൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബോഡിയെ വേണ്ട രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മതിയായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോ തെറ്റായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് കുറേയധികം അസുഖങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് വരും, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ,
PCOD, PCOS പോലുള്ള അസുഖങ്ങള്. അപ്പൊ ഇത്തരത്തിലുള്ള കുറേയധികം എണ്ണിത്തീരാത്തത്ര അസുഖങ്ങളുടെ പേരാണ് നമ്മുടെ കൺവെട്ടത്തുള്ളത് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള രോഗങ്ങളുമായിട്ടാണ് ഇപ്പോഴത്തെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറയായാലും അവര് നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടോ, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് മറ്റുള്ളവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി എല്ലാവർക്കും കൂടി ഒരു നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായിരുന്നു മിസ്സേ. ആ, അർച്ചന പറഞ്ഞോളൂ. PCOD ഉണ്ടായിരുന്നു. ആ, തുടക്കത്തിലൊന്നും ആദ്യം അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഒരു 9ാം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് മെൻസസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ റെഗുലർ ഒരു മാസം ഫുള്ളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പോലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു. കുറച്ചു നാളൊക്കെ ട്രീറ്റ്മെന്റ് നോക്കി, പിന്നെ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ കുട്ടികളാവാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അയണിന്റെ ഗുളിക, പിന്നെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്, പിന്നെ എപ്പോഴെപ്പോഴും ഈ മറ്റേ ഇൻഫെക്ഷൻ വരില്ലായിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ. പിന്നെ പതുക്കെ പതുക്കെ ട്രീറ്റ്മെന്റ് ഒരു 6 മാസത്തോളം എടുത്തു. അത് കഴിഞ്ഞ് ഓക്കെ ആയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മോനായി, വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. തന്നെയാണ്. എനിക്കും ഇങ്ങനെ തന്നെ കുറെ കാലമായിട്ട് ഇങ്ങനെ വയറുവേദനയായിരുന്നു. അപ്പോ വയറുവേദന വരുമ്പോ ഡോക്ടറെ അടുത്ത് പോകും, ചെക്കപ്പ് ചെയ്യും, മരുന്ന് കൊടുക്കും, വിടും. പിന്നെ ഇത് കൂടി വന്ന സമയത്ത് സ്കാൻ ചെയ്തിട്ട് നോക്കുമ്പോ ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടെന്ന് കണ്ടു. ഫാറ്റി ലിവർ ഗ്രേഡ് 2. പിന്നെ കുറച്ചു കാലം മരുന്നെടുത്തു. ഇപ്പോ പിന്നെ സ്കാൻ ചെയ്തിട്ട് നോക്കുമ്പോ അത് ഗ്രേഡ് 1 മാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചത്? എന്തൊക്കെയാ? അത് തന്നെ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സാധനങ്ങള് അതെല്ലാം ഒഴിവാക്കി. അതുപോലെ ബേക്കറി സാധനങ്ങള്. പിന്നെ കുറച്ച് നമ്മളെ ലൈഫ് സ്റ്റൈലിന് തന്നെ കുറച്ച് മാറ്റം വരുത്തിയപ്പോ അത് ഗ്രേഡ് 1 മാറി. ഡയറ്റ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നോ? എക്സസൈസ് പിന്നെ നടക്കാറുണ്ടായിരുന്നു. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇനി ആരാണ്? ആർക്കും ഒരു പ്രശ്നമില്ല. ബാക്കി എല്ലാവരും നല്ലോണം ഡയറ്റെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതെ, ആർക്കും വേണ്ടുന്നില്ല. എല്ലാരും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആവാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. ഹലോ മാം, ടീനയാണ്. മാം, എനിക്ക് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങളുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ഈ ഉപ്പ് കൺട്രോള് ചെയ്യും. അതുപോലെ എണ്ണയിൽ വറുത്തധികമൊന്നും അമ്മ തരില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വറുത്തതും പൊരിക്കലും പുറത്തുനിന്നൊക്കെ കഴിക്കലും അതൊക്കെ കുറച്ച് കൂടി. കറങ്ങാനൊക്കെ പോകുമ്പോഴേ പിന്നെ എനിക്ക് പീരീഡ്സിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാൻ താമസമായി. പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഫൈബ്രോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്, അത് നമുക്ക് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമുക്ക് വേറെ ഇതൊന്നും ഇല്ല, സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ എടുത്തെങ്കിലും അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ പോലെ ഫുഡ് കൺട്രോൾ ചെയ്യും, എക്സസൈസ് ചെയ്യും. പിന്നെ കുറച്ച് വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കുറച്ചു നേരമൊക്കെ എക്സസൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് ലൈഫ് സ്റ്റൈലിന് ഇച്ചിരി വ്യത്യാസമൊക്കെ മാറ്റി തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് ബോഡിക്ക് നല്ല എന്താ പറയാ, നല്ലൊരു നല്ല നമുക്കൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡും അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞ് ഇപ്പൊ
അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്പം എനിക്ക് ട്രിപ്ലെറ്റ്സ് ആണ്. അപ്പോ ഇപ്പൊ അങ്ങനെ അല്ലേ, പക്ഷെ ഇപ്പൊ ഭക്ഷണം പിന്നെയും നമുക്ക് സമയമൊക്കെ കുറച്ച് തെറ്റിയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ലൈഫ് സ്റ്റൈൽ മാറ്റിയപ്പോ ഒരുപാട് ചേഞ്ചസ് വന്നു. ഇപ്പം പീരിയഡ്സ് ആണെങ്കിലും പിന്നെ റെഗുലർ ആവാനും എല്ലാം നല്ല വ്യത്യാസം വന്നു. ഇപ്പൊ ഫുഡിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി സമയത്ത് കഴിക്കാത്തതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല ഇപ്പൊ. ഇനിയാണെങ്കിലും ഉണ്ടാവും. ഹലോ മാം, ഞാൻ ഡയബറ്റിക് ആണ്. അത് മോളെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് പറ്റിയതാണ്. അത് പിന്നെ മാറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിനും കാര്യങ്ങളായിട്ട് പോവുകയാണ്. 10 വർഷം ഇപ്പൊ എത്ര നാളായി? മോക്ക് 10 വയസ്സാവുന്നു. എന്താണ്? മോക്ക് 10 വയസ്സായി. 10 വർഷം. ഓക്കെ. ഹായ് മിസ്, സനിലയാണ്. എനിക്ക് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നുമില്ല, പക്ഷെ എൻ്റെ അമ്മച്ചിക്ക് ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അമ്മച്ചി ഇതേപോലെ തന്നെ സമയത്തിന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് അത് വന്ന് പിന്നെ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എല്ലാവിധ രോഗങ്ങളും പിടിപെട്ടു. അതായത് ഷുഗർ വന്നു, BP വന്നു, പിന്നെ ഫാറ്റി ലിവർ വന്നു. അപ്പൊ ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു സാധനം കഴിക്കുമ്പോൾ ഷുഗർ കൂടും, മറ്റൊന്ന് കഴിക്കുമ്പോൾ വയറ് പ്രശ്നമാകും, അൾസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമ്മച്ചീനെ ശരിക്കും എടുത്തു പഠിക്കാവുന്ന ഒരാളാണ്. കാരണം ഈ മക്കള് 3 പേരുണ്ട് ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലൊക്കെ വിട്ടിട്ട് നമ്മൾ അമ്മമാരെ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ്, എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുന്നു നല്ലത്. അതായത് 10 മണിക്ക് ശേഷമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ നിന്ന് ഇപ്പൊ ആള് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. പാല് പോലും കുടിക്കുക. അപ്പൊ ഡോക്ടർമാര് പറയും ഇപ്പൊ ഡിപ്രഷന്റെ ഗുളികളാ കൊടുക്കുന്നത്, അത് നന്നായിട്ട് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നന്നായിട്ട് ഉറങ്ങി കഴിയുമ്പോൾ ഡിപ്രഷന്റെ അങ്ങനെയാണല്ലോ, അത് കുറയുമല്ലോ. പക്ഷെ അതും വല്ലാത്ത പ്രശ്നമാണ്. ഒരു ദിവസം അടിപൊളിയായിട്ട് നിൽക്കും, രണ്ടാമത്തെ ദിവസം ആള് ഭയങ്കര മൂഡ് ഓഫ് ആകും. അപ്പൊ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ മാം? അതെ അതെ. പിന്നെ എനിക്ക് അതെ. പിന്നെ അമ്മച്ചിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെ ഉള്ളത് ഈ തൈറോയിഡിന്റെ ഇതാണ്. അപ്പൊ എനിക്ക് തൈറോയിഡക്ടമി കഴിഞ്ഞതാ, 2012 കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പാരാതൈറോയിഡും കൂടി കട്ട് ചെയ്ത് പോയതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയും അതേപോലെ തന്നെ കാൽഷ്യം ടാബ്ലറ്റും ലൈഫ് ലോങ് എടുക്കണം. അപ്പൊ ഇത് മാത്രമാണ് എന്റെ ഒരു ഇപ്പോൾ ഉള്ളൊരു എന്താ പറയാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വെച്ച് ദൈവാനുഗ്രഹത്താൽ വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കുണ്ട് മിസ്, എനിക്ക് ചായ, ആർക്ക് വീട്ടിൽ ചായ എടുത്താലും അപ്പോഴൊക്കെ ചായ കുടിക്കണമെന്ന് തോന്നും. അത് നല്ല മധുരത്തിൽ തന്നെ. അങ്ങനെ കുടിച്ച് ലാസ്റ്റ് എനിക്ക് അതൊരു വീക്ക്നെസ് ആയി മാറി. അപ്പൊ എന്തോ ഒരു പനി വന്നപ്പോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ഷുഗർ നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഷുഗർ ബോർഡർ ലൈൻ ആണ്, ഇനി അങ്ങനെ കുടിക്കരുത് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ചായയും 2 നേരവും രാവിലെയും കുടിക്കും. വീട്ടിൽ ആർക്ക് ചായ ഇട്ടാലും ഞാൻ കുടിക്കും. അവരുടെ കൂടെ എടുക്കുമ്പോഴൊക്കെ ഞാൻ കുടിക്കും. പിന്നെ അത് നിർത്തിയപ്പോ എനിക്ക് നല്ല ആശ്വാസമുണ്ട് മിസ്സേ. 2 നേരം ഇപ്പൊ ഒട്ടും കുടിക്കൂല. എന്താ ആദ്യം പഞ്ചസാര ഇടാതെ കുടിച്ച്, പക്ഷെ അത് ടേസ്റ്റ് പറ്റാത്ത കാരണം ഇപ്പൊ അതില്ല. അത് ഇല്ലാത്ത നല്ല ശരീരത്തിന് തന്നെ നല്ല സുഖവും നല്ലൊരു ആശ്വാസവും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചായയോടല്ല അഡിക്ഷൻ, പഞ്ചസാരയോടാ. പഞ്ചസാരയോട്. അതെന്ന് വെച്ചാൽ ആർക്കെടുത്താലും ഞാന് ഒരു ഇത്തിരി കൂട്ടി വെക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് എങ്കിലും ഞാൻ കുടിക്കും. ഇപ്പൊ ഇവിടെ ചേട്ടനനിയന്മാരുള്ളതുകൊണ്ട് ഇവർ എപ്പോഴും ചായ ചോദിക്കും. അപ്പോഴൊക്കെ എനിക്ക് ചായ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ചായ ഇടും, ഞാനും കുടിക്കും. ചായ ഇടുന്നത് തന്നെ രാത്രി ഒരു 8 മണിയൊക്കെ ആയാലും ചായ എനിക്ക് കുടിക്കാൻ ഇഷ്ടാ. പക്ഷെ അത് നിർത്തി. ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴേ നമ്മുടെ ശരീരത്തിന് തന്നെ നല്ല സുഖമുണ്ട്. ചായ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും.
അതായത് നമ്മൾ അതിലൂടെ ഷുഗർ കട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ബോഡിയിലും ഫേസിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചായ എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതിനകത്ത് അടങ്ങിയിട്ടുള്ള കഫീൻ പോലുള്ള ഘടകങ്ങളൊക്കെയാണ്. അപ്പോ അത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ചില ഗുണങ്ങളും ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ ദോഷങ്ങളും ഉണ്ട്. അപ്പൊ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോ ആളുകൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഷുഗർ കട്ടാണ്. നമ്മള് വീഡിയോ ഒക്കെ, അതായത് യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കടയില് നമ്മുടെ ഷോപ്പിലൊന്നും പഞ്ചസാര അധികം ചെലവാകുന്നില്ല. ആളുകൾ ഇപ്പൊ കൂടുതൽ അതുമായിട്ട് എന്താ പറയാ അഡാപ്റ്റഡ് ആയി വരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ആ ഒരു സ്ഥിതിയിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിച്ചേരും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അല്ലെ? ഇല്ലേ? കൂടുതൽ അതായത് ഭക്ഷണം തേടി പോവുക, കൂടുതൽ രുചികൾ അറിയുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് എന്താ പറയാ ഫോറിൻ കൺട്രീസിലും അതുപോലെ തന്നെ അവിടെയുള്ള ഫുഡുകളൊക്കെയാണ് കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നത് മറ്റൊക്കെ. അപ്പൊ അതിനോടൊപ്പം നമ്മള് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻടേക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡി കാണിക്കും. നമ്മള് കാണാറുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ, അതായത് ഈ സായിപ്പന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഭക്ഷണവും അവർ കഴിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ ആഡ് ചെയ്യും അല്ലെ? എല്ലാത്തരം ഭക്ഷണവും അവരുടെ ആ പ്ലേറ്റിൽ ഉണ്ടാകും. ഈ കൊറിയക്കാരുടെ ഒക്കെ ഫുഡ് കണ്ടാൽ നമുക്കറിയാം കൂടുതലായിട്ട് ലീഫി വെജിറ്റബിൾസും ഫിഷും അതുപോലെ തന്നെ ചിക്കനും എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. എല്ലാവരും അവര് കറക്റ്റ് ഒരു എന്താ പറയാ അനുപാതത്തിലാണ്, റേഷ്യോയിലാണ് അവർ എടുക്കുന്നത്, എന്നിട്ടാണ് അവർ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാവിനെ പിടിച്ച് രുചി ഏതാണോ അത് കൂടുതൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയാ പോവുകയാണെങ്കിൽ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയാ മാറ്റം നമ്മുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും. ഞാനൊരു 2-3 മാസമായി ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ഈ അടുത്ത് നിങ്ങൾ അറിഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ശ്വാസം മുട്ടും കഫക്കെട്ടും ഒക്കെ ഇട്ട്. അപ്പൊ ആ സമയത്ത് ചായ കുടിക്കാനാണ് കൂടുതൽ തോന്നിയത്. കാരണം ചൂട് ചെല്ലണമല്ലോ, ഭയങ്കര എന്താ പറയാ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല, ചോറിനും കഴിക്കാനൊന്നും പറ്റുന്നില്ല. ചായയും റസ്കും ചായയും വെണ്ണൊക്കെയാണ് കുടിക്കാൻ തോന്നുന്നത്. എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്ത് ഷുഗർ ഇടാതെ കട്ടൻ ചായ കുടിച്ച്. അപ്പോ പിന്നെ ഈ ഒരു 2-3 ദിവസമായിട്ട് ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആയി, പിന്നെ തലകറക്കമായി. അപ്പൊ ഡോക്ടർ പറഞ്ഞ കുറച്ചെങ്കിലും പഞ്ചസാര അകത്തോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ദിവസമായിട്ട് ചായ കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അത് നമ്മൾ കുടിക്കുന്തോറും നമ്മൾ അതിനോട് അഡിക്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് നിർത്തിയാൽ അത്രയും നല്ലതാണ്. അപ്പൊ അതിന് പകരം നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ ലെവൽ കുറയാനും പാടില്ല. ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായി, അതായത് നമ്മള് പഴവർഗ്ഗങ്ങൾക്ക് കൂടുതലായിട്ട് ഫ്രക്ടോസ് ഇറങ്ങിയിട്ടുള്ള, അതായത് പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് പഞ്ചസാര കിട്ടുന്നുണ്ട്. നമ്മള് ചായയില് കഴിക്കുന്ന പഞ്ചസാര തന്നെ ഉപയോഗിക്കണമെന്നില്ല, അല്ലാതെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാട്ടോ. അപ്പൊ നല്ല രീതിയിൽ എല്ലാരും പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണ്ട, പതുക്കെ സ്ലോലി അതൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഒറ്റയടിക്ക് നമ്മൾ എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കൂടി എല്ലാവരും കുളമാകും. പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് അതിനെ ബാധിക്കും, പിന്നെ വേറെ മെഡിക്കൽ കണ്ടീഷനിലോട്ട് പോകും. അപ്പൊ അത് ചെയ്തത് പതുക്കെ ഓരോന്ന് വിധമായിട്ട് ചെയ്തു വരിക കേട്ടോ. പിന്നെ കറക്റ്റ് ആയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് നമ്മുടെ ലൈഫ് ഓക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എനിക്ക് എന്റെ അസുഖം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ്, ആസ്മ. അത് ഒരിക്കലും മാറില്ല. അതിന് ഒരു പ്രതിവിധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പരമാവധി നിങ്ങള്, അതായത് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ ഇനി അടുത്തത് പറയാനുള്ളത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ഇമ്മ്യൂണിറ്റി അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ എഴുതി തരാം. എന്താണ് ഇമ്മ്യൂണിറ്റി? ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. ഇമ്മ്യൂണിറ്റി എന്ന് ഹെഡിങ് കൊടുക്കുക.
The ability of the body, the ability of the body to prevent and destroy, to prevent and destroy pathogens, pathogens സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? പാത്തജൻസിന്റെ ആണോ? അതെ അതെ. PATHOGENS, PATHOGENS, pathogens. The ability of the body to prevent and destroy pathogens that have entered the body. That have entered the body. അതായത് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവ് കേട്ടോ. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ഇല്ലേ? ഒന്ന് പറയാമോ? ഒന്നുകൂടി പറയണോ? ഓക്കെ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി the ability of the body to prevent and destroy, to prevent and destroy pathogens that have entered the body, that have entered the body. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് കേട്ടോ. ഇതാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? നോർമൽ ആയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, അതായത് ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അല്ലെ. ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുക. ഒന്ന് അടുത്തേക്ക് കൂടി പോയാൽ ആരെങ്കിലും തുമ്മിക്കൊണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അവർക്ക് അസുഖം വരും. ഇനി ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ടുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാല് എത്ര രോഗമുള്ള ആളുകളുടെ കൂടെ അധിവസിച്ചാലും എന്ത് പറ്റില്ല? പെട്ടെന്നൊന്നും രോഗം പിടിപിടില്ല. നമ്മള് ചില കുഞ്ഞുങ്ങളെ കാണാറുണ്ട് അല്ലെ. ചില കുഞ്ഞുങ്ങളെ മാസത്തിൽ ചിലപ്പോ 15 ദിവസവും അവധിയായിരിക്കും, ലീവ് ആയിരിക്കുള്ളൂ. ചിലപ്പോ 10 ദിവസമോ അല്ലെങ്കിൽ 12 ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോ സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവരുടെ അറ്റൻഡൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം ഒരു മാസം എത്ര ദിവസം ആബ്സെന്റ് ആകുന്നുണ്ടെന്ന്. കാരണം ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ചിലപ്പോ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ ചുമയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും ഒരു പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ കൂടി ആ കുട്ടി ചിലപ്പോ ഒരു ദിവസം കൊണ്ട് ഒക്കെ ആകും. പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് പെട്ടെന്ന് തന്നെ രോഗം പിടിപെടുകയും കുറെ നാള്
സ്കൂളിൽ വരാതിരിക്കാനും അത് കാരണമാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത്, അതായത് കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, അത് മാറാതെ സ്കൂളിലേക്ക് പറഞ്ഞു വിടരുത്. കാരണം എന്താ, ധാരാളം കുട്ടികൾ വേറെ ഉണ്ട്, ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് പടർന്നു പിടിക്കും. ഓക്കെ, അപ്പൊ അതാ എന്റെ ക്ലാസ്സിന് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചില അമ്മമാരൊക്കെ ഇത് കർക്കശമായിട്ട് പാലിക്കാറുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് മാറിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാറുള്ളൂ, കുട്ടികളെ സ്കൂളിലേക്ക് വിടാറുള്ളൂ. പക്ഷെ ചില അമ്മമാർ എന്ത് ചെയ്യാറുണ്ട്, വിടാറുണ്ട് കുട്ടികളെ. അതായത് ഭേദമായിട്ടുണ്ടാവും ചിലപ്പോ, പക്ഷെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ടാവില്ല. അപ്പോ അവര് വിടും. പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ ബാധിക്കും. പിന്നെ ആ കുട്ടിക്കും ആ ഒരു അസുഖം വരും. ഓക്കെ, അപ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ കുഞ്ഞിനെ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാവൂ കേട്ടോ. ഓക്കെ, നമ്മുടെ കുഞ്ഞിന്റെ സേഫ്റ്റി മാത്രമല്ല നോക്കേണ്ടത്, മറ്റു കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്, അവർക്കും ഈ അസുഖങ്ങള് പടർന്നു പിടിക്കാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞിനും നല്ലതാണ്, മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ചെയ്യാറുണ്ടോ അങ്ങനെ? ഓക്കെ ആയിട്ടല്ലേ പറഞ്ഞു വിടാറുള്ളൂ? ഓക്കെ, അപ്പോ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുകയും ഇനി അകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുകയും ചെയ്യുന്നതാണ് എന്ത്, ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കേട്ടോ. അതായത് നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ രോഗാണുക്കൾ അകത്ത് പ്രവേശിക്കാതെ നോക്കുകയും അതുപോലെ തന്നെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി കൊണ്ടുള്ള ഗുണമാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഇമ്മ്യൂണിറ്റി ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? അടുത്തത് പറയാനായിട്ട് പോകുന്നത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ എഴുതിക്കോളൂ കേട്ടോ. ഇമ്മ്യൂണൈസേഷൻസ് ദാറ്റ് ഗിവ് immunization that give the body an artificial ability മിസ് ഒന്നുകൂടെ പറയോ? immunization that give the body immunization that give the body an artificial ability to fight diseases. ഒന്നുകൂടി പറയാം കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ ദാറ്റ് ഗിവ് ദ ബോഡി an artificial ability to fight diseases. എഴുതിയോ? ഓക്കെ,
ഓക്കെ, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്നതിനെയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയാ, ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇമ്മ്യൂണൈസേഷൻസ് എടുക്കാറുണ്ടോ? വാക്സിൻസ് എടുക്കാറുണ്ടോ? ആ, ഓക്കെ. അപ്പൊ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുക്കുന്നതാണ് എന്ത്? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ artificial immunity. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിക്ക് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണെന്ത്? വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. വാക്സിൻ, സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. വാക്സിൻ. അപ്പൊ നമുക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ടാവുമല്ലോ, ഏതായിരിക്കും? COVID-19. വാക്സിൻ MR, പോളിയോ കുട്ടികളെ കൊണ്ട് പോകാറില്ല ഇടയ്ക്ക്. എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്? 5. നേരത്തെ COVID-19 കാര്യം പറഞ്ഞപ്പോൾ അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമ്മ്യൂണൈസേഷൻ ആണ് അല്ലെ. അതായത് നമ്മുടെ രോഗങ്ങളെ, അതായത് നമുക്ക് COVID-19 വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുത്തിട്ടുള്ള 2 വാക്സിനുകളാണ്. ഒന്ന് കോവിഷീൽഡും മറ്റൊന്ന് കോവാക്സിനും. ഓർമ്മയുണ്ടോ? ചിലവര് കോവിഷീൽഡ് എടുത്തിരിക്കുന്നേ, ചിലവര് കോവാക്സിൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക അല്ലെ. നമ്മള് ആ സമയമൊന്നും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നൊരു സമയമല്ലേ, കൊറോണ വന്ന് മരിച്ചു പോവോ എന്നൊക്കെ ഓർത്തിരുന്നൊരു സമയത്ത് പെട്ടെന്നാണ് ഒരു വാർത്ത വന്നത് അല്ലെ. വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് പിന്നെ നമ്മള് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യലായി, പിന്നെ വാക്സിൻ എടുക്കാൻ പോകലായി അല്ലെ. എടുത്തു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് അല്ലെ. എടുത്തു കഴിഞ്ഞാല് കൊറോണ വരും, അത് വരാതിരിക്കൊന്നുമില്ല, പക്ഷെ ജീവൻ ആപത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നില്ല എന്ന്. പക്ഷെ മിസ് ഒരു സംശയം ചോദിച്ചോട്ടെ? അത് ഈ കോവിഷീൽഡ്, കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തവർക്കാണ് ഇപ്പൊ ഈ അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നെന്ന് പറയുന്നുണ്ടല്ലോ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള. അതൊക്കെ ശരിയാണോ? സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടൊന്നുമില്ല, ആളുകൾ പറയുന്നതാണ് അതിന്. കാരണം അത് വന്നതിന് ശേഷം, പക്ഷെ അതിനുശേഷമാണ് ഒരുപാട് ഹാർട്ട് സംബന്ധമായിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയില്ല. അതായത് നമ്മള് ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ചിരുന്ന ഒരു സമയമാണത്. കാരണം നമ്മള് ചുറ്റിനും വാർത്ത മൊത്തം അത് തന്നെയായിരുന്നു അല്ലെ. എവിടെ ആൾക്കാർ മരിച്ചു വീഴുന്നു, ഭയങ്കരമായിട്ട് ഡെഡ് ബോഡീസ് കുമിഞ്ഞു കൂടുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു വാക്സിൻ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആശ്വസിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണം എന്നായിരുന്നില്ല നമ്മൾക്ക് ആഗ്രഹം. എത്രയും പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ അതിനു വേണ്ടി ബുക്ക് ചെയ്യുന്നു അല്ലെ. പിന്നെ സ്ലോട്ട് കിട്ടുന്നതൊക്കെ വൈകിയായിരിക്കും, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഡോസ് എടുത്തു, പിന്നെ 2ാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാനില്ല. എത്ര പേര് ആശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ? ഇനി പേടിക്കാനില്ലെന്ന് പലരും ആശ്വസിച്ചിട്ടുണ്ട്, ഞാനുള്ളവര്. ഓക്കെ, അപ്പോ എന്ന് പറഞ്ഞാല് നമ്മുടെ, അതായത് ഒരു രോഗം വരുമ്പോൾ ആ രോഗം ഇതുവരെ കണ്ടുപിടിക്കാത്തതും അതുപോലെ തന്നെ അതിന് ഇതുവരെ വാക്സിൻ ഇല്ലാത്തതുമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഭീതിപ്പെടുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത്. കാരണം എന്ത് പറ്റും അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് നമ്മുടെ നിപ്പ. ഓക്കെ, അത് നമുക്കറിയാലോ. അതായത് അതിനേക്കാൾ കുറച്ചും കൂടി മാരകമാണ് അല്ലെ. അതായത്
ആ ഒരു സമയത്ത് നമുക്ക് നമുക്കറിയാം നമ്മുടെ ലിബി സിസ്റ്റർ ഒക്കെ മരണപ്പെട്ട ഈ ഒരു അസുഖം ബാധിച്ചിട്ടാണ് അവര് നമ്മളെ കൊണ്ടുപോയതൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് ഇത് എന്താണ്, രോഗം എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രതിവിധി, അതിന്റെ മരുന്ന് എന്താണെന്നോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം രണ്ടാമതും ഇത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ രണ്ടാമത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വന്ന ആള് റിക്കവറായി വന്നു. അതൊക്കെ നിങ്ങൾ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ എറണാകുളം സ്വദേശിയാണ്. അപ്പോ ആസ്റ്റർ സിറ്റിയിലായിരുന്നു. അവര് റിക്കവർ ചെയ്തു, സ്റ്റേബിൾ ആയിട്ട് വന്നു. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ആദ്യത്തേതിന്റെ അത്രയും എന്തില്ല, ഭീതിയില്ല. കാരണം ഇതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, എന്ത് മരുന്ന് നൽകാം എന്നുള്ള കാര്യം ഇതൊക്കെ കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞു മെഡിക്കൽ സംഘങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന് ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഭീതി എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇതിന്റെ വാക്സിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ഭയം എന്ന് പറയുന്നത്. അത് ഏതൊരു അസുഖമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയം അല്ലെങ്കിൽ ജീവനിൽ തന്നെയാണ്. എല്ലാവർക്കും അവനവന്റെ ജീവൻ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏറ്റവും ആളുകള് കൂടുതലും എന്താ പറയാ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആശുപത്രിവാസമാണ്. ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു എന്താ പറയാ എൻവയൺമെന്റ് ആണ് നമ്മൾക്ക് ആശുപത്രികളിൽ ചെന്നാൽ അവിടെയുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള കിടപ്പ് രോഗികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് തോന്നും നമ്മൾ അനുഭവിക്കുന്നതൊന്നും ഒന്നുമല്ലെന്ന് തോന്നും, ഇല്ലേ? ആശുപത്രിയിലുള്ള ആളുകളെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന നരകയാതനകള്, അവരനുഭവിക്കുന്ന പെയിൻ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നമൊന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതങ്ങനെ തന്നെയാ. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, അയ്യോ എനിക്ക് ഈ ഒരു ഗതി വരുത്തല്ലേ, അല്ലെങ്കിൽ ഒരു മനുഷ്യർക്കും ഈ ഒരു ഗതി വരുത്തല്ലേ എന്നായിരിക്കും നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. എന്താണ്, അതായത് എപ്പോഴും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യത്തെ മോഡേൺ കൺസെപ്റ്റിൽ പഠിച്ചതുപോലെ തന്നെ ആരോഗ്യം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ വെൽത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് എന്തും എന്താ പറയാ സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പണമായിക്കോട്ടെ, എന്താ പറയാ സ്നേഹബന്ധങ്ങളായിക്കോട്ടെ, മറ്റു പലതും ആകട്ടെ, നമുക്ക് ആരോഗ്യം വേണം. ഓക്കെ, അപ്പോ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് കെയർ ചെയ്യേണ്ടത് വേറൊരാളും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നോക്കുവോ? നമ്മള് നോക്കുന്ന പോലെ മറ്റൊരാള് ബോധേഡാണോ നമ്മളെ കുറിച്ച്? ഒരിക്കലുമല്ല. അത് നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലെ? അപ്പൊ കുറച്ച് സമയം നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം, മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഒരു ദിവസത്തില് നിങ്ങൾക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറിൽ കുറച്ചു നേരം എന്ത് ചെയ്യണം, നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ചില ആളുകൾ പറയും സമയമില്ല എന്ന് പറയും. എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രപതിക്കാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും 24 മണിക്കൂർ തന്നെയാണുള്ളത്. ആ 24 മണിക്കൂർ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിലാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്, അല്ലെ? കാരണം നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ മരിക്കുന്നത് ഒറ്റയ്ക്കാണ്, അല്ലെ? അതിനിടയ്ക്കിലുള്ള ജീവിതമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുക. ഞാൻ എന്നെ കുറിച്ച് തന്നെ എനിക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് മറ്റുള്ളത് വരുന്നത്. നമ്മുടെ ഫാമിലി ആയാലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മളെ മറന്നൊന്നും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾക്ക് വേണ്ടി എപ്പോഴും, ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പൊ വാക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വാക്സിൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ പോളിയോ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല വാക്സിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ അവരുടെ എന്താ പറയാ ഓരോ വളരുന്ന സ്റ്റേജിൽ, ഓരോ പ്രായത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വാക്സിനുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിൻ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണൈസേഷൻ എന്താണെന്നാണ് നമ്മുടെ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ PDF ഒന്ന് നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയേ. കണ്ടോ? ഇമ്മ്യൂണൈസേഷനും കണ്ടോ? യെസ് മാം. ഓക്കെ, അതിനകത്ത് ആദ്യം തന്നെ 3 അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്
ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓർത്തു നോക്കി, കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഡിഫ്തീരിയ? ഡിഫ്തീരിയ കേട്ടിട്ടുണ്ട്. പെർട്ടൂസിസോ? പെർട്ടൂസിസിന്റെ മലയാളം പേരെന്ന് പറയുന്നത് വില്ലൻ ചുമ എന്നാണ്. വില്ലൻ ചുമ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ട് മാം. കോമൺ എന്താണ്? പിന്നെ ടെറ്റനസ് അഥവാ ലോക്ജോ എന്ന് പറയൂ കേട്ടോ. ടെറ്റനസ് അഥവാ കുതിരസന്നി കേട്ടിട്ടുണ്ടോ? കുതിരസന്നി എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് പണ്ടത്തെ ആളുകളൊക്കെ പറയുക. കുതിരസന്നി പിടിപെട്ട് മരിച്ചു എന്നൊക്കെ പറയും ചിലപ്പോ ചില സമയത്തൊക്കെ. ഓക്കെ, അപ്പൊ എന്താ അപ്പൊ നമ്മള് വൂപ്പിംഗ് കഫും അതാണോ? വൂപ്പിംഗ് കഫ് വില്ലൻചുമയാണോ? തീരെ പറയൂ, രണ്ടുപേര് പറഞ്ഞിട്ട്. ഷമീമ, ഷമീമ എന്താണ്? വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ്. പെർട്ടൂസിസിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, വില്ലൻ ചുമ. ഓക്കെ, അതിനുശേഷം ഒരു അസുഖം പറഞ്ഞില്ലേ മാം? അതെന്താണ്, എന്താ പറ്റുന്നത്? അത് പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ രോഗങ്ങളെയും കുറിച്ച് പറയാം. വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു പാരഗ്രാഫ് നമ്മൾ റീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ 3 അസുഖങ്ങളെ കുറിച്ചിട്ടൊന്ന് കുറച്ചൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം. അതിനകത്ത് ആദ്യത്തെ അസുഖം എന്ന് പറയുന്നത് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഡിഫ്തീരിയ പിടിപെട്ട് മരിച്ചു അല്ലെങ്കിൽ ഡിഫ്തീരിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ടിവിയിലോ ന്യൂസിലോ ഒക്കെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും? ഇല്ല, കേട്ടിട്ടില്ല. അതായത് നമ്മുടെ കിഴക്കൻ റഷ്യയില് ഒരു സമയത്ത് അവിടെ എന്താ പറയാ, ഈ പറഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അതായത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഡെവലപ്മെന്റിലോട്ടൊക്കെ നയിക്കുന്നതിന്, അതായത് രാജ്യം പുരോഗതിയിലൊക്കെ നയിക്കുന്നതിന് മുമ്പായിട്ട് കിഴക്കൻ റഷ്യയില് ഒരു സമയത്ത് അവിടെ എന്ന് പറഞ്ഞാല് കർഷകരും അതുപോലെ തന്നെ എന്താ പറയാ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ആ ഒരു ചേരി പ്രദേശത്ത് താമസിച്ചിരുന്നത്. അപ്പൊ അവിടെയുള്ള കുട്ടികള് ഒരു സമയത്ത് അവർക്ക് കുറേയധികം കുട്ടികള് പെട്ടെന്ന് തന്നെ അസുഖം ബാധിച്ച് മരിക്കാനായിട്ട് ഇടയായി. അപ്പോ അസുഖം എന്താണെന്നോ അതിന്റെ കാരണം എന്താണെന്നോ ഒന്നും ആ ഒരു സമയത്ത് അവിടുത്തെ ഗവൺമെന്റിനോ അവിടെയുള്ള മെഡിക്കൽ സംഘങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാനായിട്ടായില്ല. അതായത് കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ചുമ, പനി അങ്ങനെയുള്ള സിംറ്റംസോട് കൂടിയിട്ടൊക്കെ രോഗം വരും. 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കുട്ടികള് ഗുരുതരാവസ്ഥയിലായി ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നീട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കിഴക്കൻ റഷ്യയില് ഇത് കൂടുതലായിട്ടും ഇങ്ങനെ കുട്ടികൾക്ക് ഇത് വരികയും കുട്ടികൾ മരിക്കുകയും പിന്നീട് അത് യുവാക്കള്, അതായത് അവിടെയുള്ള മുതിർന്ന ആളുകളിലേക്കും ഈ രോഗം ബാധിക്കാനും മുതിർന്ന ആളുകളും മരിക്കാനായിട്ട് ഇടവരികയും ചെയ്തു. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസിസ് ആണ്. കാരണം ആ നാട്ടിലുള്ള ഏകദേശം കുട്ടികളായാലും യുവാക്കളായാലും ഒക്കെ ഇങ്ങനെ ഈ രോഗം പിടിപെട്ട് എല്ലാവർക്കും ഒരേ സിംറ്റംസ് തന്നെയാണ്, രോഗം പിടിപെട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു കിഴക്കൻ റഷ്യയിൽ നിന്ന് പിന്നീട് ഇത് അമേരിക്കയിലോട്ട് വ്യാപിച്ചു. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്കയിൽ എന്തുണ്ടെങ്കിലും അത് ലോക ശ്രദ്ധ ആകർഷിക്കും, അല്ലെ? അവിടെ നടക്കുന്ന ഏത് കാര്യവും മറ്റുള്ള രാജ്യങ്ങൾക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവില്ലേ? ഓക്കെ, അപ്പൊ അമേരിക്കയിലെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ അസുഖം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്താ പറയാ ഈ വാർത്ത പടരാനായിട്ട് ആരംഭിച്ചു. അസുഖം
പകരുന്നതല്ല കേട്ടോ. അതായത് അമേരിക്കയിൽ ഇങ്ങനൊരു രോഗം വന്നിട്ടുണ്ട്, കുറെ ആളുകൾ മരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കൂടുതലായിട്ട് മരിച്ചു വീഴുന്നു. അങ്ങനെയുള്ള വാർത്തകൾ മറ്റു രാജ്യങ്ങളിലേക്കും രാഷ്ട്ര തലവന്മാരിലോട്ടൊക്കെ ആ ഒരു വാർത്തകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ റഷ്യയെ പോലെ എന്ത് ചെയ്തില്ല, നമ്മുടെ അമേരിക്ക വെറുതെ ഇരുന്നില്ല. അമേരിക്ക നമുക്കറിയാം, അവിടെ നല്ലൊരു എന്താ പറയാ ജുഡീഷ്യറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഭരണ സംവിധാനമുണ്ട്, വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഇറങ്ങിയിട്ടുള്ള സംഘങ്ങളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ രോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അവര് 2 സയന്റിസ്റ്റുമാരെ ഇതിനായിട്ട് നിയോഗിച്ചു. അതായത് ഈ രോഗത്തെ കുറിച്ച് പഠിക്കാനും എന്താണ് രോഗകാരണമെന്ന് അറിയാനും 2 സയന്റിസ്റ്റുമാരെ നിയോഗിച്ചു. അവരധികം കാലതാമസം എടുക്കാതെ തന്നെ ഈ രോഗം എന്താണെന്ന് കണ്ടെത്തുകയും അതിന്റെ മരുന്ന് ഡെവലപ്പ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അങ്ങനെ ഈ രോഗത്തിന് അവര് ഡിഫ്തീരിയ എന്ന പേരിട്ടത്. ഡിഫ്തീരിയ മീൻസ് തൊണ്ടമുള്ള് എന്നാണ് അർത്ഥം കേട്ടോ. തൊണ്ടമുള്ള് എന്നാ പറയാം. ഓക്കെ, തൊണ്ടമുള്ള് എന്നാണ് ഈ രോഗം അറിയപ്പെട്ടിരുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ മരിക്കാനിടയായത് കൊണ്ട് തന്നെ ഇതിനെ കില്ലർ ഡിസീസ് അഥവാ കൊലയാളി രോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അങ്ങനെ മരുന്ന് കണ്ടെത്തിയതിനു ശേഷം ഇവര് നമുക്കറിയാം ആദ്യം തന്നെ എന്ത് ചെയ്യില്ല, മനുഷ്യരിൽ പരീക്ഷിക്കില്ല, മൃഗങ്ങളിലാണ് പരീക്ഷിക്കുക. അങ്ങനെ ആദ്യം അവര് ഗിരിപ്പന്നികളില് ഈ വാക്സിൻ പരീക്ഷിച്ചു, അത് സക്സസ്ഫുൾ ആയി. പിന്നീട് മനുഷ്യരിലേക്ക് വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ രോഗം വന്നിട്ടുള്ള ആളുകൾക്കും വരാതിരിക്കാനൊക്കെ എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാ ആളുകളിലേക്കും വാക്സിൻ കൊടുത്തു. വാക്സിൻ കൊടുത്ത ആളുകളിൽ രോഗം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫ്തീരിയയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഹിസ്റ്ററി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്, ഇന്നത്തെ ക്ലാസ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത അശ്വതി മിസ്, കോർഡിനേറ്റ് ചെയ്ത അനു, പ്രയർ ചൊല്ലിയ ബിസ്മയ, സൈൻ ഇൻ ചെയ്ത നിവ്യ, തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞ അർച്ചന, പിന്നെ ആരോ ഒരു ആക്ഷൻ സോങ് ആരായിരുന്നു? മിരി ആയിരുന്നു. മിരിയയ്ക്കും താങ്ക്സ്. ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നമുക്ക് കുറെ രോഗങ്ങളെ പറ്റി മിസ് പറഞ്ഞു തന്നു. ലൈഫ് സ്റ്റൈൽ നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ള നമുക്കൊരു പിന്നെ മനസ്സിനൊരു ഇതായി. അപ്പോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.